ഹായ്, ഷൈലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് വടുകപ്പുളി നാരങ്ങാക്കറിയില്ലേ, സദ്യയിൽ ഒഴിച്ചുകൂട്ടാൻ പറ്റാത്ത ഒരു കറിയാണ് പുളിയൻ നാരങ്ങാക്കറി. അതായത് ഞാൻ പറഞ്ഞുതരാം. ഒഴിച്ചു കൂട്ടുക എന്ന് വെച്ചാൽ അതിനകത്തേക്ക് ഗ്രേവി ഒഴിച്ചു കൂട്ടുക എന്നല്ല ഉദ്ദേശിക്കുന്നത്. സദ്യയുടെ ഇലയിൽ വിളമ്പാനായിട്ട് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കറിയാണ് വലിയ നാരങ്ങയില്ലേ, അതിനെ വടുകപ്പുളിയൻ നാരങ്ങ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ കറിയെക്കുറിച്ചാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പം നമുക്ക് കാണാം, വാ. ഇത് 250 ഗ്രാം തൂക്കമുള്ള നാരങ്ങയാണ്. ഇത് നല്ലതുപോലെ ഒന്ന് കഴുകിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് അതിനകത്തെ കുരുവെല്ലാം കളഞ്ഞ് ചെറുതാക്കി മുറിച്ച് കുറച്ച് ഉപ്പും പുരട്ടി നമ്മൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിനകത്തേക്ക് 4 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഇവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് 1 ടീസ്പൂൺ കടുകും പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഈ കടുക് പൊട്ടിയതിന് ശേഷം ഞാനിവിടെ ചേർക്കുന്നത് പച്ചമുളകല്ല, കാന്താരിയാണ്. ഒരു 12 കാന്താരി എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 15 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും എല്ലാം കൂടെ നമുക്ക് ഈ കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ഒന്ന് വഴന്ന് വരുമ്പോഴേക്ക് 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 3/4 ടീസ്പൂൺ കായപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, ഇതെല്ലാം നമുക്കിതിനകത്തേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിതൊന്ന് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മളിവിടെ എടുത്തു വച്ചിരിക്കുന്ന ഉപ്പ് പുരട്ടി വച്ചിരിക്കുന്ന നാരങ്ങ ഉണ്ടല്ലോ, അതും കൂടെ ചേർത്തൊന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റാം. അതിനുശേഷം ഒരു അരക്കപ്പ്, ചായ കുടിക്കുന്ന കപ്പിൽ അരക്കപ്പ് തിളപ്പിച്ചാറ്റിയ വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ചേർക്കുന്നുണ്ട്. അതെന്താണെന്നോ, നമ്മളിപ്പോൾ തന്നെ എടുത്ത് തീർക്കത്തില്ലല്ലോ ഇത്, അതുകൊണ്ട് ഒന്നിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിനാഗിരി ചേർത്തിരിക്കുന്നത്. പിന്നെ ഇതിന് കയ്പും പുളിയും ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് ഒരു അതായത് ഇതിൻ്റെ ഈ കയ്പും പുളിയും എല്ലാം ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് അല്പം പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നമ്മുടെ നാരങ്ങാക്കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ പറ്റാവുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്യണേ. സദ്യയ്ക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കറി.